ഹായ് ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ടേസ്റ്റി ആയിട്ടുള്ള വൈകുന്നേരങ്ങളിലൊക്കെ ചായക്കടിക്കായിട്ടുള്ള കൊക്കവടയുടെ റെസിപ്പിയാണ്. 10 മിനിറ്റ് കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കുക. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച 2 സവാള ചേർക്കാം. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളകാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/4 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി കൊത്തിയരിഞ്ഞത്, 1/4 കപ്പ് മല്ലിയില ചെറുതായി അരിഞ്ഞത്, ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് പൊരിച്ചെടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി കൊത്തിയരിഞ്ഞ ചിക്കനും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കാം. 250 ml 2 കപ്പാണ് കടലമാവാണ് ചേർത്തിട്ടുള്ളത്. 1/4 കപ്പ് അരിപ്പൊടി. കൊക്കവടക്ക് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി. ഒരു കളറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഒരു ചട്ടിയിലേക്ക് പൊരിക്കാൻ ആവശ്യമായ ഓയിൽ ചേർത്ത് കൊടുക്കാം. നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച അതേ ചട്ടിയിൽ തന്നെയാണ് പൊരിക്കുന്നത്. നമ്മുടെ ഈ കൊക്കവട മിക്സ് അധികം ലൂസാകാൻ പാടില്ല. കൈകൊണ്ട് എടുത്തിടാൻ പാകത്തിന് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അഥവാ കൂടുതൽ ലൂസായി പോയാൽ കുറച്ചും കൂടെ കടലമാവ് ചേർത്ത് കുഴച്ച് നന്നായി ചൂടായ എണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഈ മിക്സ് ഓരോന്ന് എണ്ണയിലിട്ട ശേഷം തീയൊന്ന് ലോ ഫ്ലെയിമിലിടാം. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉള്ളു വേവുകയില്ല. ലോ ഫ്ലെയിമിലിട്ട് തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് മുരിഞ്ഞ ശേഷം എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൊക്കവടയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത ഒരു പുതിയ റെസിപ്പിയായിട്ട് വരാം. താങ്ക് യു.